എത്രയാ നമ്മുടെ കണ്ണിനെ നശിപ്പിച്ചത്. വിചാരണ ചെയ്യുന്നവർ തിന്മകൾക്ക് മാത്രമല്ല വിചാരണ, ഏതെങ്കിലും അനാവശ്യമായൊരു ചോദ്യം ചോദിച്ചു പോയതിൽ പിന്നെ വിചാരണ ചെയ്തവർ ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും വിചാരണ ചെയ്യുന്നവനാണ് മുസ്ലിം. അവന്റെ ഒരു ദിവസം കടന്നു പോകുന്നത് കൃത്യമാണ്, അതിന് വിലയുണ്ട്, സെക്കൻഡുകൾക്ക് വിലയുണ്ട്. അവിടെ ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റഹിമഹുല്ലാഹ് വഴിയിലൂടെ നടക്കുമ്പോ ഒരു വീട് കണ്ടപ്പോ ചോദിച്ചു, ഈ വീട് ഉണ്ടാക്കിയിട്ട് എത്ര കാലമായിട്ടുണ്ട്? മിമ്മതാ ബുനിയ ഹാദാ, എത്ര കാലമായി ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിട്ട്? ഒരു ചോദ്യം. നമ്മളിത് പറയുമ്പോ ഉടച്ചോനെ ഇതൊക്കെ എന്താ, ഒന്നുമല്ല എന്ന് വിചാരിക്കുന്ന സംഗതികളല്ലേ എന്ന് ചിന്തിച്ചു പോകും. വെറുതെ ചോദിച്ചു. നമ്മളൊക്കെ ചോദിക്കൂലേ എത്ര കാലമായി ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിട്ട്? ഇത് എന്നെടുത്ത ബിൽഡിംഗ് ആണ്, വെറുതെ ചോദിച്ചു. എന്നിട്ട് ശരീരത്തോട് മുന്നിരിഞ്ഞുകൊണ്ട് ശരീരത്തോട് ചോദിച്ചു, തസ്അലീന അമ്മാ ലാ യഅനീക്, നിനക്ക് ആവശ്യമില്ലാത്തത് നീ ചോദിച്ചുവല്ലേ ശരീരമേ? ആവശ്യമില്ലാത്തത് ചോദിച്ചില്ലേ? അത് ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അത് എന്നെടുത്തോട്ടെ, എത്ര കാലം മുമ്പ് എടുത്തോട്ടെ, നിനക്കെന്ത് കാര്യം ശരീരമേ? നീ ആ ചോദിച്ചത് വെറുതെയാണല്ലോ, നിനക്കെന്ത് ഉപകാരം അതുകൊണ്ട്? തസ്അലീന അമ്മാ ലാ യഅനീക് ലൗ ആഖിബന്നകി ബിസൗമി സന, ഇതിന് പകരം നിനക്ക് സുന്നത്ത് നോമ്പ് ഒരു വർഷം മുഴുവനും നീ നോറ്റേ പറ്റൂ എന്ന് ഒരൊറ്റ ചോദ്യത്തിന് പകരം ഒരു വർഷം നോമ്പെടുപ്പിച്ച മഹാനാണ് ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റഹിമഹുല്ലാഹ്. ഇപ്പൊ എന്താ നമ്മൾ പറയാ? ഇവരൊക്കെയാ വലിയ ഈ ദീനിന്റെ മഹത്തുക്കൾ, ഇവരൊക്കെയാണ് കാണിച്ചു തന്ന ആ മഹാപാതകൾ. നമ്മൾ പറയുന്ന വർത്തമാനത്തിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാണ്. വിചാരണ ചെയ്യണം. അനാവശ്യമായി ചോദിച്ചതുപോലും തെറ്റായി പോയല്ലോ, ശിക്ഷയാണ്. എന്താ ശിക്ഷ എന്നറിയോ? ഒരു കൊല്ലം നീ സുന്നത്ത് നോമ്പെടുക്കുക, ഒരു വർഷം. എന്തിന്? ഈ വീട് ഇപ്പൊ എന്നാ ഉണ്ടാക്കിയതെന്നുള്ള ഒരൊറ്റ ചോദ്യത്തിന്. ഗീബത്ത് പറഞ്ഞതിനല്ല, നമീമത്ത് പറഞ്ഞതല്ല, ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞതല്ല, ഒരൊറ്റ ചോദ്യം. മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറയുന്നൊരു കഥയുണ്ട്. മഹാന്മാരായ സ്വഹാബികളിൽ ഒരാൾ തന്റെ വസ്ത്രം മുഴുവനും മാറ്റിവെച്ച് അവറത്ത് മാത്രം മറച്ച് മരുഭൂമിയിലെ ചൂടുള്ള മണൽ ഇങ്ങനെ ഉരുണ്ടു മറിയുന്നുണ്ട്. വനാറു ജഹന്നമ അശദ്ദു ഹർറാ, ശരീരമേ നീ ആസ്വദിക്ക്, നരകത്തിന് ഇതിനേക്കാളും ചൂടുണ്ട്, നരകത്തിന് ഇതിലേറെ ചൂടുണ്ട്, നീ അങ്ങ് അനുഭവിക്കുക എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തെ ചുട്ടുപൊള്ളുന്ന മണലിൽ ഇങ്ങനെ ഉരുട്ടുന്നു. അജീഫത്തും ബില്ലൈൽ ബത്വാലത്തും ബിന്നഹാർ, രാത്രി ഒരു നന്മയും ചെയ്യാതെ ശവം പോലെ ഉറങ്ങുകയാണല്ലേ നീ. രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല, രാത്രി നന്മ ചെയ്തിട്ടില്ല, ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയിട്ടില്ല, സൂറത്തു തബാറക് ഓതിയിട്ടില്ല, സൂറത്തു സജദ ഓതിയിട്ടില്ല. അജീഫത്തും ബില്ലൈൽ, രാത്രി നീ ഇങ്ങനെ ശവമായി കിടക്കുകയും ബത്വാലത്തും ബിന്നഹാർ, പകലിലാണെങ്കിലോ ഒരു നന്മയും ചെയ്യാതെ വെറുതെ നടക്കുന്ന ശരീരമേ, ഈ നരകത്തിന്റെ ചൂട് ഇതിനേക്കാളും വലുതാണ്, ഭൂമിയിലെ ചൂട് നീ ഒന്ന് ആസ്വദിക്കുക എന്ന് പറഞ്ഞ് തന്റെ ശരീരത്തെ പൊള്ളിപ്പിക്കുന്ന ഒരു സ്വഹാബിയുടെ കഥ പറഞ്ഞത് മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉരുണ്ട് ശരീരത്തോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങപ്പുറത്ത് ഒരു തണലിൽ നിൽക്കുന്നുണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മുറബ്ബിയാണ്, നബിയാണ്, മുസക്കിയാണ് അഷ്റഫുൽ ഖൽഖ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഗലബത്നി നഫ്സി, ഗലബത്നി നഫ്സി, നബിയേ ഞാൻ പിടിച്ചെടുത്ത് എന്നെ കിട്ടുന്നില്ല നബിയേ, എന്റെ ശരീരം ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, അലം യകുൽ ലക ബുദ്ദുൻ മിനല്ലദീ സനഅത്, നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നുവോ? നിങ്ങളുടെ ഈ വിചാരണ കാരണം അമാ ഖദ് ഫുതിഹത് ലക അബ്വാബുസ് സമാ, ആകാശലോകത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടുവല്ലോ. വലഖദ് ബാഹല്ലാഹു ബികൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാരോട് അല്ലാഹു നിങ്ങളെ കുറിച്ച് അഭിമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തത് അല്ലാഹുവിന് വളരെ ഇഷ്ടമായി. എന്തൊരു വിചാരണ! അവിടുത്തെ സ്വഹാബിനോട് പറഞ്ഞു, തസവ്വദൂ മിൻ അഖീകും, നിങ്ങളുടെ ഈ കൂട്ടുകാരനെ കണ്ട് പഠിച്ചോളൂ, ഇയാളിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം സ്വീകരിച്ചോളൂ, പാഥേയം ഉണ്ടാക്കിക്കോളൂ. തസവ്വദൂ, കണ്ടു പഠിക്കുന്ന ഈ സഹോദരനെ.
അപ്പൊ ഓരോരുത്തരും വന്ന് പറയാൻ തുടങ്ങി, പിന്നെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. വേറൊരാൾ വരുന്നു, ഫജഅല അർ-റജൂലു യഖൂൽ ഉദ്ഉ ലീ, എനിക്ക് വേണ്ടി ദുആ ചെയ്യ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യ്. ദുആ ചെയ്യാൻ നമ്മളൊക്കെ വസിയത്ത് ചെയ്യൂലേ? ഇതുപോലെ സ്വഹാബത്ത് മുഴുവനും വസിയത്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ ഉമ്മഹും, എല്ലാവർക്കും വേണ്ടി ഒന്ന് തഅമീം ചെയ്ത് ദുആ ചെയ്യിൻ, എല്ലാവർക്കും വേണ്ടി ഒന്ന് ദുആ ചെയ്തു കൊടുക്കിൻ. സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ദുആ ചെയ്യുന്ന സംഭവം മഹാനായ ഇബ്നു അബി ദുനിയ തന്റെ അവരുടെ ഹദീസിൽ മുഹാസബത്തുൻ നഫ്സിൽ എന്ന ബാബിൽ ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്നുണ്ട്. ആ സ്വഹാബി ദുആ ചെയ്തു കൊടുക്കുന്നു, അല്ലാഹുമ്മ ജഅലി തഖ്വാ സാദഹും, അല്ലാഹുമ്മ ജഅലി തഖ്വാ സാദഹും, അല്ലാഹുവേ നിന്നെ കുറിച്ചുള്ള ഭയഭക്തി ഇവർക്കൊക്കെ ഭക്ഷണമായി കൊടുക്ക്. ഭക്ഷണം എന്താ? അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി. വജ്മഅ അലൽ ഹുദാ അംറഹും, സന്മാർഗത്തിലേക്ക് അവരെ ചേർത്തി കൊടുക്കല്ലാഹ്. അല്ലാഹുമ്മ ജഅലി തഖ്വാ സാദഹും, അല്ലാഹു നമുക്കും തഖ്വ ഭക്ഷണമാക്കി തരട്ടെ. അല്ലാഹുമ്മ ജഅലി തഖ്വാ സാദഹും വജ്മഅ അലൽ ഹുദാ അംറഹും, സന്മാർഗത്തിലേക്ക് അവരെ ചേർത്തേണമേ അല്ലാഹ്. ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ തുടങ്ങി, അല്ലാഹുമ്മ സദ്ദിദ്, അല്ലാഹുമ്മ സദ്ദിദ്, അല്ലാഹുമ്മ സദ്ദിദ്ഹു, പടച്ചവനെ ഈ ചെറുപ്പക്കാരനെ നേർവഴിയിൽ പിടിച്ചു നിർത്തണേ അല്ലാഹ്, നേർവഴിയിലാക്കണേ അല്ലാഹ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ലാഹുമ്മ ജഅലിൽ ജന്നത മആബഹും. മറ്റൊരു ദുആ, പടച്ചവനെ ഇവർക്കൊക്കെ എത്തിച്ചേരുന്ന വീട് സ്വർഗമാക്കി കൊടുക്കല്ലാഹ്, കത്തിജ്വലിക്കുന്ന നരകമാക്കല്ലേ അല്ലാഹ്, സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്. ദുആ ചെയ്തു കൊടുക്കുക, അല്ലാഹുമ്മ ജഅലിൽ ജന്നത മആബഹും. ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ആമീൻ പറഞ്ഞു അവിടുത്തെ സ്വഹാബികൾ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. ദേഹം ചെയ്ത മഹത്വം എന്താണെന്നറിയോ? മണലിലൂടെ ഉരുണ്ടു പോവാണ്, ഉരുണ്ടിട്ട് നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിന് ഇതിനേക്കാളൊക്കെ ചൂടുണ്ട് ശരീരമേ. രാത്രി നീ ഒന്നും ചെയ്യുന്നില്ലല്ലേ, പകലിൽ നീ ഒന്നും ചെയ്യുന്നില്ലല്ലേ, പകലിൽ ബത്വാല ഒരു പണിയും ചെയ്യാതെ നടക്കുകയാണല്ലേ, രാത്രി ശവം പോലെ കിടന്നുറങ്ങാണല്ലേ, നീ അനുഭവിക്കേ എന്ന് പറഞ്ഞ് ശരീരത്തെ വിചാരണ ചെയ്യുന്ന സ്വഹാബിയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ ചെയ്ത ഈ ഒരു വിചാരണയിലേക്കാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ ദിവസവും നമ്മുടെ രാത്രിയും പകലും എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്, എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞു കിടക്കേണ്ടത്? അല്ലാഹു നമുക്ക് നിശ്ചയിച്ച ആയുസ് സെക്കൻഡുകളാണ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കാൻ, അല്ലാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്ത് ജീവിക്കാൻ റഹ്മാനായ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ പടച്ചവനെ. നേരം പുലരുകയാണല്ലേ, നേരം പുലരുമ്പോ എന്താ ചൊല്ലുന്നത്? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ആർക്കും ഇത് അറിയില്ല എന്ന് വിചാരിക്കുക, ഉണർന്ന ഉടനെ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, അല്ലാഹുവേ നിനക്ക് സ്തുതി പടച്ചവനെ, നീ എന്നെ വിട്ടില്ലേ. കിടന്നുറങ്ങുമ്പോൾ ചൊല്ലിയത് എന്തായിരുന്നു? ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദകസ് സ്വാലിഹീൻ. അങ്ങനെ കിടന്നുറങ്ങിയവനാണ് മുസ്ലിം. അൽഹംദുലില്ലാഹ് നിനക്ക് സ്തുതി അല്ലാഹ്. അല്ലദീ അഹ്യാനാ, നീയാണല്ലോ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിലേക്ക് ജീവൻ മടക്കി വിട്ടത്. ബഅദമാ അമാതനാ, ഞങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം. ഞങ്ങൾ മരിച്ചിരിക്കുകയായിരുന്നു ഉറക്കത്തിൽ, ഓർമ്മ ഉണ്ടായിട്ടില്ല എവിടെയാണ് ഞാനെന്ന്. നടന്നതൊന്നുമേ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നല്ലേ പറയാ. അല്ലാഹുവേ നീ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു തന്നല്ലോ. വഇലൈഹിൻ നുശൂർ, ജീവൻ കിട്ടി ഞാൻ രക്ഷപ്പെട്ടു ഓടാൻ പോവല്ല, അവസാനം ഈ ജീവൻ അല്ലാഹു തിരിച്ചെടുക്കുകയും വഇലൈഹിൻ നുശൂർ, അവസാനത്തെ മടക്കം നിന്നിലേക്ക് തന്നെയാണ് റബ്ബേ. നിനക്ക് ജീവൻ തന്നാലും ഞാൻ അഹങ്കരിച്ച് നടക്കല്ല, നീ എന്നെ പിടിക്കും. പക്ഷെ ഇന്ന് നീ എന്നെ വിട്ടെന്നില്ലേ. അൽഹംദുലില്ലാഹ് 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 എന്ന് ചൊല്ലാതെ മക്കൾ ഉണരരുത്.
ചെറിയ പിഞ്ചു പൈതങ്ങൾ ഉറങ്ങി എണീക്കാൻ, തൊട്ടിൽ നിന്ന് ഉമ്മ എടുക്കാണ് കുഞ്ഞിനെ. ഉമ്മ പറയണം കുഞ്ഞിന് വേണ്ടി അൽഹംദുലില്ലാ. കുഞ്ഞിനെ തൊട്ടിയിലേക്ക് ഉറക്കാൻ വേണ്ടി കിടത്തുകയാണ്, ഉമ്മ പറയണം ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ. കിടന്നുറങ്ങുമ്പോൾ ചൊല്ലിയത് അല്ലാഹുവേ ബിസ്മിക റബ്ബി, നിന്റെ നാമത്തിൽ എന്റെ ശരീരം ഞാൻ കിടത്തുകയാണ്. അല്ലാഹ് വദഅതു ജംബി, എന്റെ പാർശ്വഭാഗം, എന്റെ സൈഡ് വലത്തേക്ക് തിരിഞ്ഞാണ് കിടക്കണത്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഞാൻ എന്റെ ശരീരത്തിന്റെ സൈഡ് നിന്നിലേക്ക് മുൻനിർത്തി ഞാൻ കിടത്തിയിരിക്കുന്നു റബ്ബേ. നീ എങ്ങാനും എന്നത് ഉയർത്താൻ അനുവദിച്ചാൽ മാത്രമേ അല്ലാഹുവേ എനിക്ക് എന്റെ ശരീരത്തെ ഉയർത്താൻ പറ്റൂ. നീ എന്റെ റൂഹിനങ്ങ് പിടിച്ചു വെക്കുകയാണെങ്കിൽ, ഈ ഉറക്കത്തിൽ നീ എങ്ങാനും എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ, ഫർഹംഹാ, എന്റെ ശരീരത്തോട് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്.